മനോജ്, ഒരിടത്ത് കോൺഗ്രസ് റീപോളിംഗ് ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. ആ പ്രശ്നം പരിഹരിച്ചു. അതിൽ എന്താണ് തീരുമാനമായത്? ആര്യ, വഴിക്കടവ് പഞ്ചായത്തിൽ തണ്ണിക്കടവിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് റീപോളിംഗ് ആവശ്യപ്പെട്ടത്. അവിടെ ആകെ 42 പേർ ആദ്യം വോട്ട് ചെയ്തു. ഈ 42 ആളുകൾ വോട്ട് ചെയ്ത സമയത്ത് അതിൽ 42ാമത്തെ ആൾ വോട്ട് ചെയ്യുന്ന സമയത്താണ് വിവിപാറ്റ് അതിൽ ഒരു അതായത് ചെയ്ത ചിഹ്നം തെളിഞ്ഞില്ല, വിവിപാറ്റിൽ തെളിഞ്ഞില്ല. തുടർന്ന് ഈ വിവിപാറ്റ് എണ്ണുന്ന സമയത്ത് 43 പേരുടെ സ്ലിപ്പ് അതിനകത്തുണ്ടായിരുന്നു. അതായത് 42 പേരാണ് പോൾ ചെയ്തത്, പക്ഷേ 43 പേരുടെ സ്ലിപ്പ് അതിനകത്തുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കോൺഗ്രസ് റീപോളിംഗ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. തുടർന്ന് എന്തായാലും ഇപ്പോൾ അവിടെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അതേസമയത്ത് തന്നെ ഇന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ റീപോളിംഗ് വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദീകരണമൊക്കെ തന്നെ ഇതിനോടൊപ്പം തന്നെ തേടിയിട്ടുമുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മണിമൂളി ക്രൈസ്റ്റിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ആകെ 3 ബൂത്താണുള്ളത്. 38, 39, 40 ബൂത്താണുള്ള ഈ 3 ബൂത്തുകളാണുള്ളത്. തിരക്കൊന്നും തന്നെ ഇല്ല. ബൂത്തുകളെല്ലാം തന്നെ കാലിയാണ്. നേരത്തെ അരമണിക്കൂർ മുമ്പ് നമ്മളിവിടെ എത്തുന്ന സമയത്ത് ചെറിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആ തിരക്കൊന്നും ഇപ്പോൾ ഇല്ല. എന്തായാലും ഈ സ്കൂളിൽ നമ്മളിവിടെ എത്തുന്നത് ആദ്യമല്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഇതിനു മുൻപ് നമ്മളിവിടെ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് എത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ദുഃഖസമാനമായ അന്തരീക്ഷമായിരുന്നു ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വഴിക്കടവിൽ പന്നിക്കണിയുമായി ബന്ധപ്പെട്ട് ഈ അനന്തുവിൻ്റെ മരണം, അനന്ത് പഠിച്ച സ്കൂളാണിത്, ക്രൈസ്റ്റിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അന്ന് അനന്തുവിൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ തന്നെ കണ്ണീർ കടലായിരുന്നു ഈ സ്കൂൾ. അന്നത്തെ കാഴ്ചകളൊക്കെ തന്നെ ആരെയും ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു അന്ന് കണ്ടിരുന്നത്. എന്തായാലും ആ വിഷയങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. എന്തായാലും നിലവിലെ പോളിംഗ് ശതമാനം മുന്നണികൾക്കൊക്കെ തന്നെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. നിലവിൽ മഴ മാറി നിൽപ്പുണ്ട്. 35-ന് മുകളിൽ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. 37.3% എന്നാണ് 12:15 ലഭിക്കുന്ന അപ്ഡേഷൻ. ഇനി അടുത്ത മിനിറ്റുകളിൽ ഉടൻ പുതിയ കണക്ക് വരും. ഇംതിയാസ് കരീം കൂടി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ ഒരുപക്ഷെ ഒരു അല്പം മന്ദഗതിയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു 3 മണി അല്ലെങ്കിൽ 4 മണിയോട് കൂടിയായിരിക്കാം വേഗത്തിൽ കുറച്ചുകൂടി ആളുകൾ, ഈ അവശേഷിക്കുന്ന ആളുകളൊക്കെ വേഗത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. നിലവിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതുവരെയുള്ള ഒരു പ്രവണത അത് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ അവരുടെ പ്രതീക്ഷകളെ ഉയർത്തുന്നതാണ്. മെച്ചപ്പെട്ട പോളിംഗിലേക്ക് വനമേഖലയിലെ ബൂത്തുകൾ, വനമേഖലയിൽ 3 ബൂത്തുകളാണുള്ളത്. അവിടെയൊക്കെ മെച്ചപ്പെട്ട പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് വാണിയമ്പുഴയിലാണ്. വാണിയമ്പുഴയിൽ ഒരു ബൂത്ത് ഒരുക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ വാണിയമ്പുഴ ഒരു പാലമൊക്കെ തകർന്ന് നമുക്കറിയാം. അവിടെ പുഴയെല്ലാം കടന്ന്, അതായത് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ പുഴ കടന്ന് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് വാണിയമ്പുഴയിൽ തന്നെ പുഴയ്ക്ക് ഇക്കരെ തന്നെ വേറൊരു ബൂത്ത് ഈ വനമേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയത്. ഇവിടെ പക്ഷേ 271 വോട്ടർമാരാണ് ഈ വാണിയമ്പുഴ ബൂത്തിലാകെയുള്ളത്. ആ 271 പേരിൽ ഇപ്പോൾ 203 പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നെടുങ്കയത്തേക്ക് വരുമ്പോൾ നെടുങ്കയത്ത് 65% പോളിംഗ് നെടുങ്കയത്തും ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വാണിയമ്പുഴയിലൊരു സിറ്റുവേഷൻ? എന്താ ഇപ്പോൾ നിലവിൽ? ഇവിടെ നിലവിലിപ്പം 74% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ടതാണ്. 101 മെയില്, 102 ഫീമെയില്, ഇത്രയും വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. പുള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ സ്ഥിതി എന്താ? അവിടുത്തെ സ്ഥിതി അറിയില്ല. പക്ഷെ അവിടെ കുറച്ച് റിമോട്ടാണ്, കുറച്ച് കടന്ന് ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. റോഡുണ്ട്. വീട്ടിലിരിക്കുന്നില്ല, വോട്ട് ചെയ്യാൻ വരുന്നില്ല. അല്ലല്ല, വോട്ടിന് എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ എല്ലാവരും വരുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ബിജു ആണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ നമ്മൾ നേരത്തെ അരുണൊക്കെ സംസാരിച്ചപ്പോൾ കണ്ട പോലെ നീണ്ട വരികളൊന്നും ഈ വനമേഖലയിലെ ബൂത്തുകളിലില്ല. പക്ഷേ ഈ വീടുകളിലെല്ലാം ഉള്ളവർ കൃത്യമായി ഇങ്ങോട്ടേക്ക് എത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നെടുങ്കയത്താണെങ്കിൽ ഈ മാഞ്ചേരി കോളനി അടക്കമുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ വരേണ്ടിയിരുന്നു. അവിടേക്കൊക്കെ ഫോറസ്റ്റ് തന്നെ, അതല്ലെങ്കിൽ പാർട്ടിക്കാരൊക്കെ ഒരുക്കിയ വാഹനങ്ങൾ മാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വിട്ട് അവിടെ നിന്ന് ആളുകളെ എത്തിച്ചാണ് വോട്ട് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഒരു പാലം പോയിട്ട്